ഹലോ ഹായ് ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുകയാണ്. മക്കൾ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ പറഞ്ഞു, അമ്മ വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചെറുപയർ പുഴുങ്ങിയതിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ ചെറുപയറിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ച അവൽ ഇട്ടു, കുറച്ച് ശർക്കരയും ശർക്കരയായിരുന്നേ, അതും ചീകിയിട്ടു. കുറച്ച് വാൽനട്ടിൻ്റേത് ഞാനാണെങ്കിൽ വാൽനട്ട് എയർ ഫെയറിനകത്ത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഞാനത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്തിൽ ചേർത്ത് ഇതേപോലെ തന്നെ ബോളാക്കി വെച്ചു. പിന്നെ ഞാൻ ഇതിനകത്തിൽ കുറച്ച് മൈദാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി അതിനകത്തിൽ മുക്കി സുഖിയൻ ഉണ്ടാക്കുകയാണ്. അപ്പം മക്കൾക്ക് നമ്മൾ ചെറുപ്രായത്തിൽ നമ്മളെല്ലാ സാധനങ്ങളും കൊടുത്താലും അവർക്ക് അറിയില്ല, തിരിച്ചറിയില്ല. അപ്പോൾ അവരങ്ങ് കഴിച്ചോളും. പക്ഷേ ഇച്ചിരി ഒന്ന് അറിവായി കഴിഞ്ഞാൽ ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരു സാധനങ്ങളും വേണ്ട. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽനട്ടും ഒക്കെ ഞാൻ ഈ പാലിനകത്തിലിട്ടിട്ട് തിളപ്പിച്ച് അരിച്ചു കൊടുക്കുമായിരുന്നു. ആ ടേസ്റ്റൊക്കെ അങ്ങ് പറയാറിയില്ലല്ലോ, കുടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചിങ്ങി തരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്തിലിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, ഈ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പാല് നമ്മൾ തിളപ്പിക്കത്തില്ലേ, പശുവും പാല് തിളപ്പിക്കുമ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് കുഞ്ഞിലെ 1 വയസ്സ് കഴിഞ്ഞപ്പം മുതൽ ഫോർമുല മിൽക്ക് മാറ്റിയിട്ട് ഞാൻ പശുവും പാലാക്കിയായിരുന്നേ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാലിനകത്തിൽ നമ്മൾ കഴുകി ഉണങ്ങി പൊടിച്ച മഞ്ഞളില്ലേ, ആ മഞ്ഞളുടെ ഒരു തുള്ളി പൊടി അതിനകത്തിലിടുകയാണ്, ഒരു പിഞ്ച് ഇട്ടിട്ട് ആഴ്ചയിൽ 2 ദിവസം അത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസത്തേക്ക് പനിക്കൂർക്കയുടെ ഇല ഇതുപോലെ പാലിനകത്തിലിട്ടിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് പറ്റിച്ച് അത് കൊടുക്കുമായിരുന്നു. പിന്നെ തുളസി ഇല, ഇതൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിനകത്തിലെങ്ങും ഒന്നും പ്രാണികളോ അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അത്രമാത്രം നമ്മൾ കെയർഫുള്ളായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡിൽ. അപ്പം അങ്ങനെ ഞാൻ പാലിനകത്തിലിട്ട് കൊടുക്കും. അപ്പോൾ അവർക്ക് കഫക്കെട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, അതേപോലെ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.